ഹലോ ഗായ്സ്, നമുക്കൊരു മൂവിക്ക് പോയാലോ. നമ്മളിന്ന് പോകുന്നത് ബേസിലിൻ ടോവിനോടെയും അതിരടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ 4 പേര് മാത്രമല്ല, നമ്മുടെ കൂടെ അമ്മുമ്മയുണ്ട് കേട്ടോ. നമ്മൾ പോകുന്നത് അഷ്ടമിച്ചിറയിൽ മഹാലക്ഷ്മി തിയേറ്ററിലാട്ടോ. അപ്പോൾ നമ്മുടെ മൂവി 9:45 നമ്മൾ 9:35 എത്തി കേട്ടോ. പക്ഷേ എത്തിയിട്ട് കാര്യമില്ലല്ലോ, കയറാൻ ഇച്ചിരി വൈകിപ്പോയി. അതുകൊണ്ട് സിനിമ ജസ്റ്റ് ഒന്ന് തുടങ്ങി. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. മറ്റേ പേരുകളൊക്കെ എഴുതി കാണിക്കുന്നതായിരുന്നുള്ളൂ. ജസ്റ്റ് ഫസ്റ്റ് സീനിൽ തന്നെ ഒരു ഇമോഷണൽ പോലെയാണ് തോന്നിയത് കേട്ടോ. എന്നാലും പിന്നെ അങ്ങോട്ട് അടിപൊളിയായിട്ടോ. ഈ ഒരു കുട്ടിയുടെ ഞാൻ എന്തായാലും ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതുള്ളൂ. ഇത് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. സിനിമ തുടങ്ങി ഒരു 5 മിനിറ്റത്തേക്ക് നല്ല ഒച്ചയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇതായി. എന്നാലും ആദ്യത്തെ സീനിൽ തന്നെ ഇച്ചിരി വിഷമിക്കാനുള്ളതുപോലെ തോന്നി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അത്ര വിഷമിക്കാനുള്ളതല്ല. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എൻ്റെ അമ്മ അടിപൊളിയായിരുന്നു കേട്ടോ. മാസ് എൻട്രി, അത് ബേസിലിൻ ടോവിനോ ഒന്നുമല്ല, നമ്മുടെ വാഴച്ചൂല ഹാഷിറിൻ്റെ ആട്ടോ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അടിപൊളിയാട്ടോ, ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സീൻ തുടങ്ങിയിട്ട് നമ്മുടെ ഇൻ്റർവെല്ല് വരെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം സാധാരണ ഒരു സിനിമ, ചിരിക്കാനുള്ള ഒരു സിനിമ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല മാസമായിരുന്നു. അതുമാത്രമല്ല ചിരിക്കാനും അതിൽ കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ സെക്കൻഡ് ഹാഫാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു അടി വന്നു ഗായ്സ്. അടി അത്രയ്ക്കും അടിയല്ല, എന്നാലും ജസ്റ്റ് ഒരു അടി ഇട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എൻ്റെ കയ്യിൽ, എൻ്റെ അമ്മയുടെ കയ്യൊക്കെ ഒന്ന് ചുമന്നിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. ഇന്നലെ രാത്രി ഞാൻ എന്തോ ഒരു എനിക്ക് പറയാൻ പറ്റിയ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇൻ്റർവെല്ലായപ്പോൾ നമ്മൾ പോയിട്ട് ചിപ്സും പിന്നെ പോപ്കോണും ചായയൊക്കെ മേടിച്ചു കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സീനായിരുന്നു കേട്ടോ. എനിക്ക് അത് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളി സീനായിരുന്നു. ആ വിനീത് ശ്രീനിവാസൻ ആ ബസ്സിൻ്റെ മുകളിൽ നിന്ന് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആ പേപ്പറുകളൊക്കെ വാരിട്ടുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ അത് കാണാനായിട്ട്. പല കളറിലും, പിങ്കും എല്ലാ കളറും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ആ ഒരു വിനീത് ശ്രീനിവാസൻ ആ ഒരു പാട്ട് പാടിയപ്പോൾ തന്നെ കയ്യടിയായിരുന്നു കേട്ടോ. തിയേറ്റർ മൊത്തം കയ്യടിയായിരുന്നു. അത് ശരിക്കും ഞാൻ പാടി തുടങ്ങിയതെടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ പാടി തുടങ്ങിയപ്പോൾ നല്ല കയ്യടി ഉണ്ടായിരുന്നു കേട്ടോ. തിയേറ്റർ മൊത്തം കയ്യടിയായിരുന്നു. എന്തായാലും സിനിമ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നു ഇതിൽ ബേസിൽ ഭയങ്കര ഫ്രീക്കായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗായ്സ്. കാണാത്തുണ്ടെങ്കിൽ പോയി കണ്ടോളൂ ഗായ്സ്, അടിപൊളി സിനിമയാണ്. അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല, എന്നാലും സൂപ്പർ സിനിമയാണേ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ച്